ചേക്കെന്ന് പറയുമ്പോൾ മനസ്സിലാവും മീശമാധവനിലെ ആ ഒരു ക്ഷേത്രം, നമ്മുടെ ഭഗീരഥൻപിള്ള വെടിവെക്കാൻ പോയ ആ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രമാണ് നമുക്ക് പുറകിലായിട്ടാണ് കാണുന്നത്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആ ഭാഗത്ത് ഉണ്ടാവില്ലല്ലോ. ഇല്ല, പത്തനംതിട്ട ഇങ്ങനെയല്ല. ആലപ്പുഴ, കായംകുളം, ആലപ്പുഴ സൈഡില് നിരപ്പാണ്. പക്ഷെ ഇങ്ങനെ കനാലൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തില് ഒരു വ്യത്യാസമുണ്ട്. നല്ല നെൽപ്പാടമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പണ്ടൊക്കെ കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. എങ്കിലും നെൽകൃഷിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ കാണുന്ന അത്രയും ഒരു പച്ചപ്പോ ഒന്നുമില്ല. ഇവിടെ എവിടെ നോക്കിയാലും കൃഷിയല്ലേ. വരുന്ന വഴിക്ക് ഞാൻ ഇവനോട് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഓറഞ്ചൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് വെക്കാമെന്ന്. അപ്പോൾ ഇവന് വേണ്ടായിരുന്നു, പുച്ഛിച്ചു. ഇപ്പം അതേ വെള്ളം പോലും കിട്ടാത്തൊരു നാട്ടു വഴിയെ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും വീട്ടിൽ കയറി കുടിവെള്ളം വല്ലതും ചോദിച്ചാൽ കിട്ടും. ഇതേത് പാലം ഏതാണ്? മായന്നൂർ പാലം. മായന്നൂർ കഴിഞ്ഞ് നേരെ ഒറ്റപ്പാലത്തേക്ക് പോകുന്ന വഴി അല്ലേ? പറ്റി വരണ്ട് ഇങ്ങനെ അതിന്റെ രീതിയെ മാറിപ്പോയി അല്ലേ? എന്തായാലും നല്ല വീതിയുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു പാലം. ആ പാലം കയറി നമ്മളിങ്ങനെ ഒറ്റപ്പാലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പാലം കയറി ഒറ്റപ്പാലം. ഈ നല്ല മഴ കൂടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നല്ല രീതിക്ക് വെള്ളം വരും. മഴക്കാലത്ത് നമ്മളെ ഈ പട്ടാമ്പി ഭാഗത്തൊക്കെ ഏകദേശം പാലത്തിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകും. ഈ പാലത്തിന്റെ ഇതിനി പാലക്കാട് നമ്മൾ മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചേക്കിലെ ആ ഒരു പ്രധാന ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചേക്കെന്ന് പറയുമ്പോൾ മനസ്സിലാവും മീശമാധവനിലെ ആ ഒരു ക്ഷേത്രം, നമ്മുടെ ഭഗീരഥൻപിള്ള വെടിവെക്കാൻ പോയ ആ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രമാണ് നമുക്ക് പുറകിലായിട്ടാണ് കാണുന്നത്. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ഭഗീരഥൻപിള്ള, വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. ഒറ്റപ്പാലത്തിനടുത്തുള്ള മുതലപ്പാറക്കാവ്, അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. ഒരു ദേവീക്ഷേത്രമാണ്. എനിക്ക് പുറകിലായിട്ട് കാണുന്ന ഈ ഒരു വലിയ ആൽമരം കണ്ടോ? ഈ ഒരു ആൽമരത്തിലാണ് അതിന്റെ ക്ലൈമാക്സിൽ നമ്മുടെ ഇന്ദ്രജിത്തിനെ പിന്നെ 2 കള്ളന്മാരെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിട്ടേക്കുന്ന ഒരു സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ആൽമരം ആ സിനിമയിൽ ഒരു വലിയ നാട്ടിൻപുറം, വലിയ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് പോലൊക്കെ തോന്നിക്കുമെങ്കിലും ഇവിടെ ഇപ്പോൾ ആ സിനിമ എടുത്തു കഴിഞ്ഞ ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സിനിമ റിലീസായതിനു ശേഷം ഈ ക്ഷേത്രത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ പ്രദേശത്തെല്ലാം കുറേ പുതുക്കി പണികൾ ഒക്കെ നടന്നിട്ടൊക്കെയാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിൽ എന്തൊക്കെയോ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നൊരു ഗോപുരം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് നമുക്കിപ്പോൾ ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അല്ലെങ്കിൽ നമ്മളെ അകത്ത് അവരാ വെടിവെച്ച് കേൾക്കുമ്പോൾ കമന്ന് വീണ് കിടക്കുന്ന ആ ഒരു സീനൊക്കെ ഈ ക്ഷേത്രത്തിന്റെ അകത്താണ്. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. ഈ ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് ഈ മതിലിനകത്ത് ഇതാ ഇങ്ങനെ ഒരു പാറയൊക്കെ കാണുന്നുണ്ട് നീളത്തിൽ. അതിൻ്റെ മുകളിൽ എന്തോ ഒരു അടയാളമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടാണോ ഇതിന് മുതലപ്പാറക്കാവ് എന്നുള്ള ഒരു പേര് വന്നതെന്ന് അറിയില്ല. ഈ പ്രദേശത്തുള്ള ആരെങ്കിലും അത് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കറക്റ്റ് മുതലയുടെ ഒരു ഷേപ്പൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ മതിലിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അകത്ത് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതാ ഈ ഭാഗത്താണ്, കറക്റ്റായിട്ട് ഈ ഭാഗത്താണ് ആ വെടിവെച്ച് കേൾക്കുമ്പോൾ ആ ദിലീപും നമ്മുടെ പട്ടാളം പുരുഷു എന്ന കഥാപാത്രവും എല്ലാം കൂടെ വീണ് കിടക്കുന്ന ആ ഒരു സീന്.
ചരച്ചുവോ മീശ മാധവ? ആ മോന്തായി ഒന്ന് കാണട്ടെ, നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ശരിക്കും സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു മണ്ഡപമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. സിനിമയിൽ അങ്ങനെയുള്ളൊന്നും കാണുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. ആ ഭാഗത്ത് നിന്നിട്ടാണ് ആ ദിലീപ് പ്രാർത്ഥിക്കുന്നതും ഞാൻ വിളിച്ച ഭഗവതി എൻ്റെ കൂടെ ഇറങ്ങി വരുമെന്നൊക്കെ പറയുന്നൊരു സീനൊക്കെ ആ ഭാഗത്താണ്. വരേ ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്നും മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എൻ്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയമുണ്ടോ വരർക്ക്? ഒരുപാട് പുതിയ ഭാഗങ്ങളൊക്കെ ക്ഷേത്രത്തോട് ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന ആ ഒരു പഴയ ഒരു ചെറിയ അമ്പലമല്ല ഇപ്പോൾ ഇത്. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്ത് അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച, ദൈവകോപം ഉണ്ടാവും. പ്രശ്നമാവും സാറേ, അത് വേണ്ട. നേരത്തെ അവിടെ വരെ ഉണ്ടായിരുന്നല്ലേ? നേരത്തെ അവിടെ വരെ ഉണ്ടായിരുന്നോ? ഓ ാണോ വെടിവഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. കൃഷ്ണനമ്പൂരി വെടിവഴിപാടാവും, വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടിനാല് ചെറിയ വെടിനാല്. வணக்கங்க. நாங்க ஒரு பெரிய தீர்த்தாடனை செஞ்சிட்டு இருக்கேன். இந்த முனியாண்டி போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ്. ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് ഇപ്പോൾ കിട്ടത്തില്ല കണ്ടു കഴിഞ്ഞാൽ. എന്നാലും കുറച്ചൊക്കെ ആ ഒരു രീതിയിൽ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇനിയിപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്.